ഗൈസ്, വെൽക്കം ടു ഋത്നി വേൾഡ്. ഇന്ന് നമ്മുടെ റോഡ് ട്രിപ്പ് സീരീസിൻ്റെ 5ാമത്തെ ദിവസമാണ് കേട്ടോ. പതിവ് തെറ്റിക്കാതെ രാവിലെ തന്നെ ഒരു ചായയിൽ നിന്ന് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഓറഞ്ച് സിറ്റി ആയ നാഗ്പൂരിൽ നിന്നും സ്പിരിച്വൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആയ വാരണാസിയിലേക്കാണ് പോകുന്നത്. അറൗണ്ട് ഒരു 725 കിലോമീറ്ററോളം നമുക്കിന്ന് കവർ ചെയ്യാനുണ്ട്. ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചധിക ദൂരം വരെ റോഡ് കൺസ്ട്രക്ഷൻസ് കാരണം വളരെ മോശം കണ്ടീഷൻ റോഡ്സ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം പെഞ്ചേരി എത്താറായപ്പോഴാണ് റോഡ്സ് ഒന്ന് മെച്ചപ്പെട്ടത്. ഇന്ന് നമ്മുടെ റോഡ് ട്രിപ്പിലെ ഏറ്റവും സീനിക്കായ ഒരു സ്ട്രെച്ച് കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാഗ്പൂരിൽ നിന്ന് രാവിലെ 4:30 തന്നെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇന്നത്തെ യാത്രയുടെ ഒരു മെയിൻ അട്രാക്ഷൻ ഫോറസ്റ്റ് സ്ട്രെച്ചസ് റോഡ്സ് ആണ്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ പെഞ്ച് ടൈഗർ റിസർവിൻ്റെ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യും. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ലോകപ്രസിദ്ധമായ എലിവേറ്റഡ് കോറിഡോർസ്. റോഡ്സ് മൊത്തം ഉയർന്ന പില്ലേഴ്സിലാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ ഫോറസ്റ്റിലൂടെ മൃഗങ്ങൾക്ക് പേടിക്കാതെ ക്രോസ് ചെയ്യാം. നമുക്ക് മുകളിലൂടെ നല്ല സ്മൂത്തായി ഡ്രൈവ് ചെയ്ത് പോകാനും പറ്റും. രണ്ട് കൂട്ടരും സേഫ്. മധ്യപ്രദേശിലേക്ക് കടക്കുമ്പോൾ ടോപ്പോഗ്രഫി പിന്നെയും മാറും. നല്ല വിശാലമായ പാടങ്ങൾ, അതും ഈ ഒരു ഗോൾഡൻ അവറിൽ നല്ല തണുപ്പത്ത് കോടമഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നത് കണ്ടാൽ ഒരു പെയിൻറ്റിംഗ് ആണെന്ന് തോന്നിപ്പോവും. ഈ ഒരു ട്രിപ്പിൽ ഞാൻ കണ്ട ഏറ്റവും സീനിക്കായ ഒരു ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങി നിന്ന് ഈ ഭംഗിയൊക്കെ ആസ്വദിക്കണമെന്നുണ്ട്, പക്ഷേ പല കാരണങ്ങളാൽ അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇവിടെ 7 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. അത്യാവശ്യം ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. മെഡിസിൻസൊക്കെ കഴിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോഴത്തെ യാത്ര എന്ന് പിടിച്ചു നിൽക്കുന്നത്. അത് മുടങ്ങിപ്പോകുമോ എന്നുള്ള ഒരു കൺസേൺ മെയിനായിട്ടുള്ളത്. പിന്നെ ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല ദൂരം കവർ ചെയ്യാനുണ്ട്. ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഇതുപോലെ നല്ല ഭംഗിയുള്ള ഏരിയാസുമാണ്. എല്ലായിടത്തും നമുക്ക് നിർത്തി ഇറങ്ങി ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇന്നത്തെ റൂട്ടിൽ പിന്നെ കുറേ ഗാർഡ് സെക്ഷൻസും ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ നല്ല സ്റ്റീപ്പ് ബെൻസ് അല്ല, പക്ഷേ നല്ല വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന കർവി റോഡ്സ്. ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് രാവിലെ 9 മണിക്കാണ് കേട്ടോ. കണ്ടാ പറയോ, ഇപ്പോഴും നല്ല വിസിബിലിറ്റി കുറവുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ യാത്ര NH44, NH34, NH30, NH135 എന്നിങ്ങനെ പല നാഷണൽ ഹൈവേസിലൂടെയാണ് കേട്ടോ. ഇനി നമുക്ക് 330 കിലോമീറ്ററാണ് വാരണാസിയിലേക്കുള്ളത്. ചില വെറൈറ്റി കാഴ്ചകളൊക്കെ കണ്ട് കുഞ്ഞു പട്ടണങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മിർസാപൂർ ഏരിയയിലാണ് കേട്ടോ. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരു സ്ഥലം. UP ടൂറിസം വെൽക്കംസ് യു എന്നുള്ള ബോർഡൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട്. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വൺ ഓഫ് ദ ഡേഞ്ചറസ് റോഡ്സ് എന്ന് പറയപ്പെടുന്ന ഡ്രമാൻഗഞ്ച് ഘാട്ട് റോഡിലേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള റോഡ്സാണ്. ഇവിടെ ഒരുപാട് ആക്സിഡൻസ് ഒക്കെ നടക്കുന്ന നല്ല റിസ്കി ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ പോകുമ്പോഴും ആക്സിഡൻ്റ് ആയ ലോറിയൊക്കെ റോഡ് സൈഡിലുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇത്രയും വലിയ ടോൾ പ്ലാസ ആണെങ്കിലും വർക്കിംഗ് ആയിട്ട് 2 ലെയിൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഇവിടെ നമുക്ക് കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വാരണാസി എത്താൻ ഇനി വെറും 30 കിലോമീറ്ററേ ഉള്ളൂ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു സംഭവം. പ്ലാൻ A, B, C അങ്ങനെ ഒരു പ്ലാനെല്ലാം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമായിരുന്നു അത്. അല്ലെങ്കിലും നമ്മൾ ഫുള്ള് പോസിറ്റീവ്സ് മാത്രമല്ലേ പ്ലാൻ ചെയ്യത്തുള്ളൂ. ബട്ട് റിയാലിറ്റി വാസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ആദ്യം നമ്മളൊന്ന് പാനിക്കായി പോയി. എന്നാലും കൂടുതൽ ആലോചിച്ചപ്പോൾ എന്തോ ഭാഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആർക്കും ഒന്നും സംഭവിക്കാതെ ഇതിങ്ങനെ തീർന്നു. ഇതാണ് സംഭവിച്ചത്. ബമ്പറിൻ്റെ ഒരു മേജർ പോർഷൻ അങ്ങ് പോയി. പിന്നെ വിൻഷീൽഡ് വൈപ്പർ ഫ്ലൂയിഡ് കണ്ടെയ്നറാണ് പൊട്ടിയത്. സോ ബാക്കി ദൂരം കാർ ഓടിച്ചു വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. വലിയ പരിക്കുകളൊന്നും ആർക്കും വരാതിരുന്നത് ഭാഗ്യം. നമ്മൾ വാരണാസിയിലെ റൂമിലേക്ക് പോവുകയാണ്.
റോഡ് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.